അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ല? അതുപോലെ തന്നെ എനക്കും സുഖം തന്നെ. ഇന്ന് ഓളിയാജിൻ്റെ ചുടാൻ വേണ്ടിയിട്ടാണ്, നോമ്പറക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ ഇതാ ഒരു നീരുള്ളി ചെറുതായി മുറിച്ചത് ഞാൻ ഇടുന്നുണ്ട്. 2 പച്ചമുളക് ചെറുതായി മുറിച്ചത്, ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂണ് കടലപ്പൊടി, സ്പൂണിന് 1 സ്പൂണ് ഈസ്റ്റ്, പിന്നെ 1/4 കിലോ മൈദയാണ് ഇത്, 1/4 കിലോ മൈദ. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ചെറുതായി ഒന്ന് കുഴച്ചെടുക്കാം. നല്ലോണം വെള്ളം കൂട്ടി കൂടാ, കുറച്ചായിട്ട് നമുക്ക് ഒഴിക്കണം കുഴക്കാൻ വേണ്ടി. കുഴച്ചതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. നല്ലോണം വെള്ളമായെങ്കിൽ ഓളിയാച്ച പൊന്തൂല. മധുരത്തിൻ്റെ തന്നെ തിന്നുന്നതല്ലേ നോമ്പറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എരിവില്ലതൊന്ന് ചെയ്യാന്ന് വിചാരിച്ച് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് നല്ലോണം അടിക്കണം, എന്നാലേ ഇത് പൊന്തി വരും. നല്ലോണം കട്ടിയായി കൂടെ നല്ലോണം ലൂസും ആയിക്കൂടെ, ഈ രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. പിന്നെ നമുക്ക് ചൂടുമ്പോൾ കാണാം. ഒരു 2 മണിക്കൂർ വരെ ഇത് നമുക്ക് അടച്ചു വെക്കാം. അപ്പൊ നന്നായി ഇത് പൊങ്ങി വരും. അങ്ങനെ ഞാൻ ഗോളിയാജ ചൂടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗോളിയാജൊക്കെ അരച്ച് വെച്ചിട്ട് നല്ലോണം പൊന്തിനിട്ട് അരച്ച് വെച്ചത് അതേപോലെ ചെയ്യണം. കുറച്ചായിട്ട് നമുക്ക് ഇടാം. അങ്ങനെ ഞാൻ പൈനാപ്പിൾ ഇതാ ജ്യൂസാക്കുന്നു. ഇതാ ഓളിയാജ കോരി നല്ല സൂപ്പറായി കേട്ടാ. ഈ ചുട്ടതിന് ശേഷം ഞാൻ കാട്ടിക്കാം. ഒന്നും കൂടിയില്ലേ? അടിച്ച് ഇനി നമുക്കിത് അരിച്ചെടുക്കാം.
സമയം നന്ന വൈദ്യുതിന്ന് ചൂടാൻ ചെയ്യാൻ വേണ്ടിട്ട് സമയം വൈദ്യുതി അത് തിരക്ക്. പിന്നെ നല്ലൊരു ചമ്മന്തി ആക്കുന്നുണ്ട് കേട്ടോ, മാങ്ങ ചമ്മന്തി. സ്പോഞ്ച് പോലെ ഉണ്ട് നമ്മളെ ഉള്ളിയാച്ച. നല്ല ചട്നി ആക്കി, മാങ്ങ ചട്നി. അല്ലെങ്കിൽ കുറേ നേരം അപ്പാക്കണ്ട്. ഞാൻ ഇന്ന് പൊളിയാച്ച മാത്രം ആക്കിയാൽ മതി. കുറേ ഒന്നും ചുടുമ്പോ അന്നെ ബാക്കിയാകും. എല്ലാവരും നോമ്പ് വെക്കുന്നുണ്ടാവും. പിന്നെ എൻ്റെ വീഡിയോ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.